അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വൺ വൺ ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, ഈ രണ്ടെണ്ണമായിരുന്നു അല്ലേ. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, സർജക്റ്റീവ് ഫംഗ്ഷൻ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഏതൊക്കെയാണ് ഇൻജക്റ്റീവ്, സർജക്റ്റീവ്, ബൈജക്റ്റീവ്? സത്യം പറഞ്ഞാൽ ആ വൺ വൺ ഓൺ ടു നിങ്ങൾക്ക് അറിയാമെങ്കിലേ ഇത് ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ ശ്രദ്ധിച്ചു, നമ്മൾ നേരത്തെ പഠിച്ച വൺ വൺ ഓൺ ടു എന്തായിരുന്നു, വൺ വൺ ഫംഗ്ഷനും ഓൺ ടു ഫംഗ്ഷനും എന്തായിരുന്നു, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുവാണ്. ഏതാണ്? 1 2 3 4. ഈ എയിൽ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എയിൽ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷൻ പറയുന്നത് ഇങ്ങനെയാണ്. അതേ ശ്രദ്ധിച്ച് 1 2 2 4 3 2 2 3 1 4 3. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു 1 1 ആണെങ്കിലും ഓൺ ടു ആണെങ്കിലും ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ സെറ്റ് നോക്കിയാണ്. അതായത് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? എന്തെങ്കിലും സംശയമുള്ളവർ ആ ഫംഗ്ഷൻ അങ്ങോട്ട് വരച്ചോളണം. ഇത് എ, ഇതും എ. കാര്യം എയിൽ നിന്ന് എയിലേക്കല്ലേ ഡിഫൈൻ ചെയ്തേക്കുന്ന. എയിൽ ആരൊക്കെയുണ്ട്? 1 2 3 4. ഈ എയിലും ആരൊക്കെയുണ്ട്? 1 2 3 4. ആദ്യത്തത് 1 2. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ റിലേഷനാണ്. രണ്ടാമത്തത് 2 4. അപ്പോൾ 2ഉം 4ഉം തമ്മിൽ റിലേഷനാണ്. അടുത്തത് 3 1. 3ഉം 1ഉം തമ്മിൽ റിലേഷനാണ്. അടുത്തത് 4 3. ഇങ്ങനെയാണല്ലോ. ഇനി 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 1 1 ചെക്ക് ചെയ്യേണ്ടത് എവിടെ നോക്കിയായിരുന്നു? ദേ ഇവിടെ നോക്കി. രണ്ടാമത്തെ സെറ്റ് മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു റിലേഷനാണ് തൊട്ട് പുറകിലത്തെ സെറ്റിലുള്ളതെങ്കിൽ, അതായത് 1ന് റിലേഷൻ 3ഉമായിട്ടാണ്, 2ന് 1ഉമായിട്ടാണ്, 3ന് 4ഉമായിട്ടാണ്, 4ന് 2ഉമായിട്ടാണ്. ഇവിടെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? 1 1. ഇനി ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയുമായിരുന്നു? മെനി വൺ എന്ന് പറയുമായിരുന്നു. അത് നമ്മൾ ഇവിടെ നോക്കി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് വരയ്ക്കാതെ ഈ രണ്ടാമത്തെ സെറ്റുകൾ കണ്ട, രണ്ടാമത്തെ നമ്പറുകൾ, ഈ രണ്ടാമത്തെ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. റിപ്പീറ്റ് ചെയ്തിട്ടില്ല. 2 4 1 3 റിപ്പീറ്റ് ചെയ്തിട്ടില്ല. റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? 1 1 ആയിരിക്കും. റിപ്പീറ്റ് ചെയ്താൽ മെനി വൺ. ഇത്രേ ഉള്ളൂ. അപ്പോൾ 1 1 ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇനി ഓൺ ടു ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? ഓൺ ടു ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ സെറ്റ് നോക്കുക. രണ്ടാമത്തെ സെറ്റിൽ 1 2 3 4 ഉള്ളൂ. ആ 4 പേരും റിലേഷനിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കുത്തു കൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും റിലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഓൺ ടു ആണ്. ആരെങ്കിലും ഒരാൾ വന്നിട്ടില്ല എങ്കിൽ അതെന്താണ്? ഇൻ ടു ആണ്. കേട്ടല്ലോ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ, പെട്ടെന്ന് പറയുമോ? ഞാൻ വേറെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. ദേ നോക്കിയോ, f ഈക്വൽ ടു 1 2 2 2 3 1 4 1. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതി. ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. മറ്റത് വരയ്ക്കാതെ എങ്ങനെ ചെക്ക് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടാമത്തെ നമ്പറുകൾ നോക്കുക. രണ്ടാമത്തെ നമ്പറുകൾ എന്തെങ്കിലും റിപ്പീറ്റ് ഉണ്ടോ? റിപ്പീറ്റ് ഉണ്ടെങ്കിൽ മെനി വൺ, റിപ്പീറ്റ് ഇല്ല എങ്കിൽ 1 1. റിപ്പീറ്റ് ഉണ്ട്. അതേ 2 2 2 റിപ്പീറ്റ് ആയി. അപ്പൊ തന്നെ ഇനി 1 1 റിപ്പീറ്റ് ഉണ്ട്. റിപ്പീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? 1 1 അല്ല, മെനി വൺ. കേട്ടല്ലോ. ഇനി അടുത്തത് ഓൺ ടു നോക്കേണ്ടത് ഈ രണ്ടാമത്തെ സെറ്റിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ സെറ്റിൽ സത്യം പറഞ്ഞാൽ 1 2 3 4 തന്നെയല്ലേ. ഇവിടെ 2 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. 3 4 വന്നിട്ടില്ല. എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടില്ല. എല്ലാവരും വന്നിട്ടില്ലെങ്കിൽ അതെന്താണ്? ഇൻ ടു ആണ്. കേട്ടല്ലോ. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് മറ്റേ സാധനം വരച്ചു നോക്കൂ. 1 2 3 4 1 2 3 4 1 2 1ഉം 2ഉം തമ്മിലാണ് റിലേഷൻ. 2 2 2ഉം 2ഉം തമ്മിലാണ് റിലേഷൻ. 3 1 4 1. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്
ആദ്യം നോക്കേണ്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ വന്നിട്ടുണ്ടോ എന്നാണ്. ഒന്നിൽ കൂടുതൽ കണക്ഷൻ വന്നിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ കണക്ഷൻ വന്ന കാരണമാണ് അത് മെനി വൺ. ഇനി എല്ലാവർക്കും കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ടു അല്ലെങ്കിൽ ഇൻറ്റു. എല്ലാവർക്കും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഇൻറ്റു. അപ്പൊ നോക്കേണ്ടത് എല്ലാവർക്കും ഒരേന്നെയാണ് വന്നിട്ടുള്ളെങ്കിൽ 1 1. ഒന്നിൽ കൂടുതലാണ് വന്നിട്ടുണ്ടെങ്കിൽ മെനി വൺ. എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ടു. ആർക്കെങ്കിലും വന്നിട്ടില്ല എങ്കിൽ ഇൻറ്റു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 1 1 ഓൺ ടു എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. 1 1 ഓൺ ടു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കിടക്കുവാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 1 1 ആണെങ്കിൽ ഇൻജക്റ്റീവ്, 1 1 അല്ല മെനി വൺ ആണെങ്കിൽ എന്താണ്? നോട്ട് ഇൻജക്റ്റീവ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് അല്ലേ? ഇൻജക്റ്റീവ് അല്ലേ? കാര്യം ഇത് 1 1 ആണ്. 1 1 ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. കേട്ടല്ലോ? അപ്പോൾ ഇത് ഇൻജക്റ്റീവ് ആണ്. ഇത് ഇൻജക്റ്റീവ് ആണോ? അല്ല, നോട്ട് ഇൻജക്റ്റീവ്. കേട്ടല്ലോ? ഇനി അപ്പോൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? സർജക്റ്റീവ്. സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് സർജക്റ്റീവ്. അപ്പൊ നോക്കിയേ, ഇത് ഓൺ ടു അല്ലേ? അപ്പൊ ഈ ഫംഗ്ഷൻ ഉറപ്പായിട്ടും എന്തായിരിക്കും? സർജക്റ്റീവ്. ഇത് ഓൺ ടു ആണോ? അല്ല. അപ്പൊ ഇതെന്താണ്? നോട്ട് സർജക്റ്റീവ്. കേട്ടല്ലോ? ഇൻജക്റ്റീവും സർജക്റ്റീവും മനസ്സിലായല്ലോ. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ഫംഗ്ഷന് പറയുന്ന വേറൊരു പേര്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ഫംഗ്ഷന് പറയുന്ന വേറൊരു പേര്. ഇനി ഒരു ഫംഗ്ഷൻ ഇൻജക്റ്റീവുമാണ് സർജക്റ്റീവുമാണ് എങ്കിൽ ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് എന്ത്? ബൈജക്റ്റീവ്. അപ്പൊ ബൈജക്റ്റീവ് ആകണമെങ്കിൽ അതെന്തായിരിക്കണം? ഇൻജക്റ്റീവും ആയിരിക്കണം, സർജക്റ്റീവും ആയിരിക്കണം. ഈ ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു. ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് എന്താണ്? ഇൻജക്റ്റീവ് ആണോ നോക്കണം, അതായത് 1 1 ആണോ നോക്കണം, സർജക്റ്റീവ് ആണോ നോക്കണം, ഓൺ ടു ആണോ നോക്കണം. രണ്ടുമാണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ പോലും ബൈജക്റ്റീവ് അല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒന്നാമത്തെ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ, ഇൻജക്റ്റീവും സർജക്റ്റീവും ആണോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ 1 1 ഓൺ ടു ആണോ നോക്കിയാൽ മതി. 1 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണ്. അപ്പൊ ഇതെന്താണ്? ബൈജക്റ്റീവ് ആണ്. ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. 1 1 ആണോ ഓൺ ടു ആണോ നോക്കണം. 1 1 ആണോ? അല്ല. ഒരെണ്ണം അല്ലെങ്കിൽ തന്നെ അല്ലായിരിക്കും. ഓൺ ടുവും അല്ല, ഇൻറ്റു ആണ്. അപ്പൊ അത് ബൈജക്റ്റീവ് ആണോ? അല്ല. ഇൻജക്റ്റീവും അല്ല, സർജക്റ്റീവും അല്ല, അതുകൊണ്ട് ബൈജക്റ്റീവും അല്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ. 1 1 ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷന് പറയുന്ന വേറൊരു പേരാണ് സർജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ഓൺ ടു ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒന്നുകൂടി എന്തൊക്കെയാണ്? ഇൻജക്റ്റീവ് എന്ന് പറയുന്നത് 1 1 പറയുന്ന വേറൊരു പേരാണ്. സർജക്റ്റീവ് എന്ന് പറയുന്നത് ഓൺ ടുവിന് പറയുന്ന വേറൊരു പേരാണ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ഓൺ ടു ആണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ബൈജക്റ്റീവ്. മനസ്സിലായല്ലോ? നമ്മൾ മറ്റേ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും പറയുന്ന പോലെ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പേര് പറയും? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. ഇവിടെ 1 1 ഓൺ ടു ആണെങ്കിൽ ഇവിടെ എന്ത് പേര് പറയും? ബൈജക്റ്റീവ് എന്ന് പറയും. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി അടുത്ത പാർട്ട്.